കുറച്ച് മുമ്പ് ഇറക്കാൻ ആളറിയണ്ട. ഇനിയിപ്പോ ആളറിഞ്ഞാൽ എന്ത് കുഴപ്പം? അല്ല, ശിവരാമേട്ടൻ ഞങ്ങളെ പിടിക്കാൻ വല്ല ഗുണ്ടകളെ അയച്ചിട്ടുണ്ടാവുന്ന എന്റെ പേടി. രജിസ്റ്റർ കഴിഞ്ഞില്ലേ? അത് കാര്യമില്ല. സാരി തലേ കൊടുത്തുള്ളൂ, ഞാൻ ഫ്രണ്ട് നടക്കാം. സാരി തലേ കൊടുത്തുള്ളൂ. അല്ല അല്ലെങ്കിലേ നീ ആദ്യം വീട്ടിലോട്ട് നോക്ക്. അവിടെ വല്ല കുഴപ്പക്കാരുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി അന്വേഷിക്കണം. മുതലാളി വരണം മുതലാളി, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. പ്രേമ വരുന്നേ, ഒന്നും സംഭവിക്കില്ല, ഞാനില്ലേ കൂടെ. ഞാൻ പറഞ്ഞില്ലേ, ഏതാ നോക്ക്, ഗുണ്ടകൾ എത്തിക്കഴിഞ്ഞു. അതെ, ഗുണ്ടകൾ തന്നെ. എങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കാം, മുതലാളി അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് എന്തായാലും മുതലാളിക്ക് വീട്ടിൽ പോയല്ലേ പറ്റൂ. ഇന്നായാലും നാളെ ആയാലും ഈ കേസിൽ ഒരു അടിപിടി ഉറപ്പാ. അത് എത്രയും പെട്ടെന്ന് കഴിഞ്ഞു കിട്ടിയാൽ സമാധാനത്തോടെ കിടന്നിറങ്ങാലോ. മനസാക്ഷിയില്ലാത്തവനെ, ദ്രോഹി, എന്റെ കൈയും കാലം അവന്മാർ അടിച്ചോടിക്കുന്നതിനെ കാണാനല്ലടാ. ധൈര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ മാതിരി പീറ കേസിന് ചാടി പുറപ്പെട്ടത്? നിർത്തടാ, അയ്യോ നിർത്തടാ. നീ എന്നോട് കുറച്ചെങ്കിലും നന്ദിയുള്ളവരാണെങ്കിൽ നീ എന്ത് ഗുണ്ടകളോട് പറ. അവർ കല്യാണം കഴിഞ്ഞ് പിന്നെ ബോംബെക്ക് പോയി 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന്. ഗുണ്ടകൾ മണ്ടന്മാരാണെങ്കിൽ ഈ കഥ വിശ്വസിക്കും. നീ എന്ന് പറയടാ, ചെല്ല്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്ന ടൈപ്പ് ചില ഗുണ്ടകളുണ്ട്. എന്നെ അവന്മാർ. നിന്നെ ആരറിയാൻ? നീ എന്റെ അത്ര ഫേമസ് ഒന്നും അല്ലല്ലോ. പ്രേമ ചെന്ന് പറ പ്ലീസ്. നീ പറഞ്ഞ അവർ കേൾക്കും. പിന്നെ ആരും അറിയത്തില്ല. ചെല്ല് ചെല്ല് പ്രേമ, ചെല്ല്. കുറുപ്പേട്ടനെന്താ ഇവിടെ? ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാണ്. എന്നാ പിന്നെ ബീച്ചിൽ ചെന്നിരുന്നൂടെ? അല്ല, ഇവിടെ ആകുമ്പോ അംഗവും കാണാൻ താഴെയും പറിക്കാം. എത്ര സമയം അവൻ ഈ വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു എനിക്കൊന്ന് കാണണല്ലോ. അപ്പൊ കുറുപ്പിയേട്ടനും മുതലാളിയും തമ്മിൽ ഇന്ന് കണ്ടില്ലേ? എവിടുന്ന് കാണാനാണ് ഞാൻ? എന്റെ ചേട്ടന് തരാനുള്ള മുഴുവൻ തുകയും കൊണ്ട് മുതലാളി ചേട്ടന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. നേരോ? ഉവ്വ്. പിന്നെ ചേട്ടനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. മുതലാളി ആള് അഭിമാനിയാണ്, അറിയാലോ. ആള് കുറച്ച് കഷ്ടത്തിലുമാണ്. അതുകൊണ്ട് പലിശയുടെ കാര്യത്തിൽ ചേട്ടൻ ചെറിയൊരു അളവ് ചെയ്തു കൊടുക്കണം. എനിക്ക് പലിശയും വേണ്ട, കിലിശയും വേണ്ട, മുതൽ കിട്ടിയാൽ മതി. ഇവിടെ വണ്ടി വേഗം വേവാ. ഇനി നമ്മൾ സമയത്തിന് അവിടെ എത്തിയിട്ടില്ലേ അവൻ ആ പേരും പറഞ്ഞു മുമ്പ്. എന്താ എന്നെ രക്ഷിക്കണം വലിയ മുതലാളി. എന്താ സേവ് നിന്നെ പിരിച്ചു വിട്ടോ? എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മ എന്നെ പിരിച്ചു വിട്ടു. ഓ, നീ അവരെ ധിക്കരിച്ചു വല്ലതും ചെയ്തു കാണും. എങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ സങ്കടം പറയാൻ എനിക്ക് വേറൊരു സ്ഥലമില്ല വലിയ മുതലാളി. ആട്ടെ, താൻ എന്ത് കുറ്റമാ ചെയ്തത്? സ്നേഹിക്കുന്നത് കുറ്റമാണോ? നോക്കിയും കണ്ടും സ്നേഹിച്ചില്ലെങ്കിൽ സ്നേഹവും ഒരു കുറ്റമായെന്ന് വരും. ഇതങ്ങനെയല്ല വലിയ മുതലാളി. നോക്കിയും കണ്ടും ചെറുപ്പം തൊട്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി. പെൺകുട്ടിയുടെ ആൾക്കാർക്കും എന്റെ വീട്ടുകാർക്കും എതിർപ്പൊന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരോടും പറയാതെ എനിക്ക് ആ കുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്യേണ്ടി വന്നു. ഏത് രക്ഷിതാക്കളെയും അത് വേദനിപ്പിക്കും. തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ ഇത്രയും കാലം സ്നേഹിച്ച പെൺകുട്ടിയെ ചതിക്കണം എന്നാണോ? എന്നല്ല. ശരി മുതലാളി, ഒരു തെറ്റ് പറ്റിപ്പോയി. പക്ഷെ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് വലിയ മുതലാളി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റിന് സ്വന്തം മകനോട് ക്ഷമിക്കില്ലേ? ഞാനാണെങ്കിൽ ക്ഷമിക്കും. എന്റെ അത്ര വിവരം നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടെങ്കിൽ അവരും ക്ഷമിക്കും. കറക്റ്റ്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെയാണ് നടന്നിരുന്നതെങ്കിൽ മഹാമനസ്കനായ മുതലാളി മകനോട് ക്ഷമിച്ചേനല്ലേ? അതെ. എനിക്കത് കേട്ടാ മതി. മുതലാളി ഇങ്ങ കേറിപ്പോര്, അച്ഛൻ ക്ഷമിച്ചു കഴിഞ്ഞു. നിക്കണവിടെ.